ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ റെസിപ്പി നിങ്ങളൊಟ್ಟಿಗೂ ഷെയർ ആക്കിയിട്ടുള്ള ನಾನು വെനില സ്പോഞ്ച് കേക്ക് ರೀ. മക്ക എല്ലാവർക്കും കേക്ക് ചെന്നെങ്കിൽ ചുമ ഇഷ്ട. പിന്നെ ഇപ്പോഴത്തെ എല്ലാ മൊത്തം ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബി ബർത്ത്ഡേ പാർട്ടി എല്ലാത്തിനും കേക്ക് മസ്റ്റായിര്. സോ ഇന്ന് ನಾನು നിങ്ങളൊട്ടിಗೂ ഈസി ഔത്തിലേ നിങ്ങൾ എങ്ങനെ ബേക്കറിയുടെ പോലത്തെ കേക്ക് ആക്കിയെടുക്കാനായിട്ട് കാട്ടി തന്നെ. ഇവിടെ ഫസ്റ്റ് ഒരു ബൗലുgu നിങ്ങൾ ബ്രോഡ് ഉള്ള ഒരു ബൗൽ എടുത്തോളൂ. ബൗലുgu ನಾನು ಹಾಫ್ ಕಪ್ ಹತ್ರ ಹ್ಯಾಂಗ್ ಕರ್ಡ್ ಆ್ಯಡ್ ಹಾಕಿಂಟುಳ್ಳೆ. നിങ്ങളൊട്ടിಗೂ നോർമൽ കർഡിനെങ്കിൽ അതിൽ തെല്ല് എക്സ്ട്രാ തണ്ണിയെല്ലാം എടുക്കുക ഒരു കോട്ടൺ ക്ലോത്തിൽ ഇട്ട് വെക്കൊരു അപ്പോൾ തെല്ല് തിക്ക് കർഡ് പോലെ ആവുಡು. അത് ആ್ಯಡ್ ആക്കിയാൽ പിന്നെ ಚಾನಿಗೆ ഒരു ಕಪ್ ಹತ್ರ ಪೌಡರ್ ಶುಗರ್ ಆ್ಯಡ್ ಹಾಕಿಯಲ್ಲರು. ನಾನು ಅವತ್ತಲೇ ಪ್ರಿಪೇರ್ ಹಾಕಿರೋ ಶುಗರೇ ಮಿಕ್ಸಿರೆ ಜಾರಿಗೆ ಇಟ್ಟത് ഫൈനായിട്ട് പൗഡർ ആക്കിയോണ്ട് അതിൽ ചാനികിട്ടത് ഇങ്ങനെ സീവാക്കി എടുത്തോളൂവ. അപ്പോൾ എന്തും ലംസിക്കില്ല. ഇതിൽ പിന്നെ ഇതിക്ക് 1 ടീസ്പൂൺ അത്ര വെനില എസൻസ് ആഡ് ആക്കിയോളൂന്നു. ഇത് വെനിലത്തോ ഫ്ലേവർ കൊടുക്കുകയായിത്തിക്കറ് 1 ടീസ്പൂൺ അത്ര വെനില എസൻസ് ആഡ് ആക്കിയാൽ പിന്നെ ഇതിൽ എല്ലാം ഒട്ടും നല്ല ആക്കിയിട്ട് ലംസ് ഇല്ലാത്ത പോലെ മിക്സ് ആക്കിയോളൂന്നു. ഇന്നത്തെ ഈ കേക്ക് നിങ്ങൾക്ക് എഗ്ലെസ് കേക്കും ഓവൻ വേണമെന്നില്ല. വിതൗട്ട് ഓവൻ ഔത്തിൽ ഈസി ആയിട്ട് ആക്കിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ഔത്തിൽ ഈസി ആയിട്ട് മക്കൾക്കെല്ലാം പ്രിപ്പയർ ആക്കി കൊടുക്കൽ പല ഞാൻ ഇன்று നിങ്ങളോട് ഷെയർ ആക്കിയിട്ടില്ലേ. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് 1.5 കപ്പ് അത്ര ഫ്ലോർ ആഡ് ആക്കിയോളൂ. പ്ലെയിൻ ഫ്ലോർ മൈദ ആഡ് ആക്കിയോളൂ. പിന്നെ ഇതിക്ക് ഹാഫ് ടീസ്പൂൺ അത്ര ബേക്കിംഗ് സോഡ ആഡ് ആക്കിയോളൂ. ബേക്കിംഗ് പൗഡർ അല്ല, ഹാഫ് ടീസ്പൂൺ അത്ര ബേക്കിംഗ് സോഡ ആഡ് ആക്കിയോളൂ. പിന്നെ 1 ടീസ്പൂൺ അത്ര ബേക്കിംഗ് പൗഡർ ആഡ് ആക്കിയോളൂ. കൂടെ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ അത്ര ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ അത്ര ആഡ് ആക്കിയോളൂ. കൊറിയങ്ങ കൺഫ്യൂഷൻ ആയിട്ട് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ അത്ര ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂൺ അത്ര ഇടാറ്. അങ്ങനെ ആക്കണ്ട. അപ്പോൾ നിങ്ങൾ കേക്ക് സോഫ്റ്റ് ബന്ധില്ല. നല്ല അതിരവും സ്റ്റീവാക്കി എടുത്തിട്ട് ഇപ്പം ഇതിക്ക് ഞങ്ങൾ ഹാഫ് കപ്പ് അത്ര ഓയിൽ ആഡ് ആക്കിയോളൂ. ഓയിൽ ആഡ് ആക്കിയിട്ട് അതിൽ ഒരു സോഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈ സോഫ്റ്റ് വെച്ചിട്ട് അത് നല്ല ഒരു മിക്സ് കൊടുത്തോളൂ. നിങ്ങളൊട്ടിಗೂ മിക്സിംഗ് ബീറ്റർ ഇന്നെങ്കിൽ അതും യൂസ് ആക്കുക. ഞാൻ മാത്രം നിങ്ങൾക്ക് ഈസി വേയിൽ കാട്ടുകയായിട്ട് ഇവിടെ വിസ്കറിലേ ആക്കിയിട്ടില്ലേ. എൻ്റെ ഒട്ടിಗೂ ബീറ്ററും ഉണ്ട്. ബട്ട് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് ആരൊട്ടിಗೂ ബീറ്റർ ഇല്ലെങ്കിൽ അങ്ങ് ഔത്തിൽ അങ്ങനെ ആക്കിയെടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വിസ്കറിലേ ആക്കിയത് കാട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ 3/4 കപ്പ് അത്ര റൂം ടെമ്പറേച്ചറുള്ളിൽ മിൽക്ക് എടുത്തോണ്ടേ. മിൽക്കും ആഡ് ആക്കുമ്പോൾ നിങ്ങൾ തെല്ലായിട്ട് ആഡ് ആക്കിയിട്ട് അതിൽ സോഫ്റ്റ് ആയിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നു. മിക്സ് ആക്കിയിട്ട് അതിൽ ബാറ്റർ ഈവൻ ആയിട്ട് അതിൽ ഞങ്ങൾ ബാറ്റർ റെഡി ആക്കി എടുത്തോളൂ. ഇവിടെ ഞങ്ങൾ ബാറ്റർ റെഡി ആയിര്. ബാറ്ററി കൺസിസ്റ്റൻസി കറക്റ്റായിട്ടായിര്. ഞങ്ങൾ ഇപ്പം ഇതിൽ കട്ട് ആൻഡ് ഫോൾഡ് ആക്കിയോളുക. എന്ന് വെച്ചാൽ എയർ ബബിൾസ് എന്ത് ഇക്കോക്ക് തീരാണ്ട് സ്പാറ്റുലറെ ഹെൽപ്പിൽ കട്ട് ആൻഡ് ഫോൾഡ് ആക്കിയിട്ട് ബാറ്റർ ഞങ്ങൾ സൈഡിൽ വെച്ച് പോടുക. ഇപ്പം ഞങ്ങൾ മോൾഡിക്ക് 1 ടേബിൾ സ്പൂൺ അത്ര ഓയിൽ ഇട്ടിട്ട് ഫുള്ളി ഗ്രീസാക്കി എടുത്തോളുക. അതിൽ പിന്നെ നല്ല ഗ്രീസാക്കിയാൽ പിന്നെ ഇതിക്ക് പ്ലെയിൻ ഫ്ലോർ ഡസ്റ്റാക്കി എടുത്തോളുക. ഞാനിങ്ങനെ ചെറിയ ഞങ്ങൾ ചായ എല്ലാം ചാനൽ ഇതാക്കറല്ലേ അതിലിട്ടിട്ട് ഈക്വലായിട്ട് അതിൽ ഡസ്റ്റ് ആക്കിയിട്ടില്ലേ. ഇങ്ങനെ ആക്കിയെങ്കിൽ ഈക്വലായിട്ട് ഡസ്റ്റ് ആയിട്ടും ആവിടും. ഞങ്ങൾ മോൾഡറി ഇങ്ങനെ ഡസ്റ്റ് ആക്കിയാൽ പിന്നെ ഈ ബാറ്റർ നടുക്ക് പോരാക്കണു. സൈഡിಗೆಲ್ಲ പോരാക്കിയെങ്കിൽ എയർ ബബിൾസ് എല്ലാം ക്രിയേറ്റ് ആവുಡು. അത് കഴിഞ്ഞിട്ട് മിഡിലിಗೆ പോരാക്കിയെങ്കിൽ ഈവൻ ആയിട്ട് അത് സ്പ്രെഡും ആവുಡು. എയർ ബബിൾസും ക്രിയേറ്റ് ആവില്ലേ. ലാസ്റ്റിಗೆ ഞങ്ങൾ 2-3 വട്ട അതിൽ ടാപ്പ് ആക്കി എടുത്തോളൂ. എന്ത് വെച്ചാൽ എയർ ബബിൾസ് ചെറിയ ചെറിയ എന്തും ക്രിയേറ്റ് ആയെങ്കിൽ അതെല്ലാം പോകായിട്ട് ഞാൻ ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ ടാപ്പ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ഇടത്തെ പ്രീ ഹീറ്റ് പോലെ 5 മിനിറ്റ് വെച്ചാവും ലോ ഫ്ലെയിമിൽ. അതിന് നടുവിൽ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കേക്കിൽ ബാറ്റർ ഉണ്ടല്ലേ അതിൽ വെച്ചിട്ട് 45 മിനിറ്റ്സ് ലോരെ കാണാൻ തെല്ല് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയമിലെ കാണാൻ തെല്ല് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 45 മിനിറ്റ്സ് ഞങ്ങൾ ബേക്കാക്കി എടുത്തോളൂ. ആഫ്റ്റർ 45 മിനിറ്റ്സ് ബാർബിക്യൂരെ സ്റ്റിക്ക് ഉണ്ടല്ലേ അതിൽ കുത്തിയിട്ട് നോക്കിയിട്ടില്ലേ ബാറ്റർ എവിടെയെങ്കിലും ഒരു സ്റ്റിക്കി പോലെ ഉണ്ടായിട്ട് ഞാൻ കാട്ടി തൻ്റെ ഇവിടെ ഇതിൽ എവിടെയും ബാറ്റർ സ്റ്റിക്കി പോലെ ഇല്ല. നിങ്ങൾക്ക് ചണ്ടി പോലെ ഒരു ബാറ്റർ കണ്ടെങ്കിൽ അതിൽ പാടെയും 5 മിനിറ്റ്സിಗೆ നിങ്ങൾ ബേക്കുക. ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ബേക്കായിര്. സോ ഞാൻ ഇതിൽ എടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർക്ക് ಕೋಲ್ಡ್ ಆಗು ಅದರ ನಲ್ಲೇ ಕೋಲ್ಡ್ ಆಯಿತು ಕೂಲ್ ಆಗು ಬೆಚ್ಚಿ ಬಿಟ್ರೆ ಆಫ್ಟರ್ ಹಾಫ್ ಆನ್ ಅವರ್ പിന്നെ നിങ്ങൾക്ക് ഞാൻ കാട്ടുറേ.
ಸೊ ಇಪ್ಪ നിങ്ങൾ നോക്കിയെങ്കിൽ ഹാഫ് ആൻ അവർ ಬಿಟ್ಟಿತ್ತು ഞങ്ങളെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കൂളായിട്ട് റൂം ടെമ്പറേച്ചർക്ക് വന്നേരം ഇപ്പം ഞങ്ങൾ ഇതിരെ എടുത്തു ಬಿಡೋನು ഇപ്പം ഞാൻ നൈഫ് ഉണ്ടല്ലേ നിങ്ങളൊട്ട് നൈഫിനെങ്കിൽ നൈഫിലാവും ഇല്ലെങ്കിൽ ഇങ്ങനെ ബട്ടർ നൈഫ് ഇക്കರಲ್ಲಿ അതിൽ ഇങ്ങനെ ഈ സൈഡെല്ലാം അതിരെ എടുത്തോളೋನು സൈഡെല്ലാം മെല്ലമേ തിരിച്ചിട്ട് അതിരെ പൊടിപ്പാട്ടി എടുക്കോನು അതിൽ പിന്നെ നമുക്ക് അതിരെ അൺമോൾഡ് ആക്കോಗು ഈസി ആവുಡು ഇങ്ങനെ മെല്ലമേ തിരിച്ചിട്ടിട്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഞങ്ങൾക്ക് എടുക്കോಗು ಬಂದು ಜನ್ ಮೂನ್ ಬಟ್ ഇങ്ങനെ മേലിൽ ടാപ്പ് ആക്കിയെങ്കിൽ ಈಸಿ ಆಯ್ತು ನಂಗೆ ಅದ್ರ ಎಡ್ಕೋಗು ಬಂದು ನಿಂಗೆ ಊಡಿಪ್ಪ ನೋಡ್ಕೊಂಬತ್ತಿಗೆ ಗೊತ್ತಾವು ഞങ്ങളെ സോഫ്റ്റായി ഫ്ലഫിയായി വെനില സ്പോഞ്ച് കേക്ക് ರೆಡಿ ಆಯಿರು ಅವತ್ತಲು ಈಸಿ ಆಯ್ತು ಜಟ್ಪಟ್ ಆಯ್ತು ಹಾಕೋಗು ಅವರು ಮಕ್ಕ ಎಪ್ಪം ನಿಂಗೆ ಬೇನು ಚೆನ್ನಾಗಿ ಈಸಿ ಆಯ್ತು ಅವತ್ತಲು ನಿಂಗೆ ಹಾಕ ഞാനിവിടെ ഷുഗർ അതെല്ലാം ലൈറ്റായിട്ട് വെച്ചിന് ഞങ്ങൾക്ക് ചെമ്മ സ്വീറ്റ് ഇഷ്ടമില്ല അധികമായിട്ട് പിന്നെ നിങ്ങളെ ടേസ്റ്റിಗೆ അക്കോർഡിംഗ് ഇതെല്ലാം ഹാഫ് കപ്പ് എക്സ്ട്രാ ഷുഗറും ആഡ് ആക്കുക ഇവിടെ ഞങ്ങളെ വെനില സ്പോഞ്ച് കേക്ക് ರೆಡಿ ಉಂಡು ಇದನ್ನು ಕಟ್ಟಾಕಿ ಕಾಟ್ರೆ ನಿಂಗೆ ಕಟ್ಟಾಕೋ നോക്കുമ്പോഴത്തേക്കും ಗೊತ್ತಾവും എത്ര സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ച് പോലെ ആയിട്ട് റെഡി ആയിട്ട് ഇത് എൻ്റെ സിസ്റ്ററുടെ മോൾക്ക് ചെമ്മ ഇഷ്ടമാണ് എൻ്റെ ദീദിരക്കിടാവും ഫസീലാക്ക് ചെമ്മ ഇഷ്ടമാണ് പിന്നെ എൻ്റെ മോനുക്കും ചെമ്മ ഇഷ്ടമാണ് ಅವಳೆಪ್ಪವೂ ಚೆನ್ನೈಕ್ರಲ್ಲಿ ಮಾಶಿ ಕೇಕ್ ಹಾಕ್ರು ಮಾಶಿ ಕೇಕ್ರ ರೆಸಿಪಿ ಹಾಕಿತ್ತು ಅಪ್ಲೋಡ್ ಹಾಕ್ರು ಸೊ ಈ ರೆಸಿಪಿ ಅವಳಿಗಾಯ್ತಿಕ್ಕರು നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആയെങ്കിൽ നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സിനങ്ങളൊട്ടുകോ ഷെയർ ആക്കുകയും മറക്കണ്ട എൻ്റെ ചാനൽ പിക്കാനീട്ടുക്ക് പ്ലീസ് സപ്പോർട്ട് ആക്കൂ സബ്സ്ക്രൈബ് ആക്കൂ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്